സലീം കുമാറിൻ്റെ പൊതുദർശന ചടങ്ങിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടെ പൊതുദർശനം അവസാനിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി സേഫിനിസ ചേരുന്നുണ്ട് അവിടെ നിന്നും. സേഫിനിസ, പൊതുദർശന ചടങ്ങുകൾ അവസാനിച്ചോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പൊതുദർശന ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ് സോന. ഇപ്പോൾ മൃതദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ് ഈ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊക്കെ. ഈ ടൗൺ ഹാളിൻ്റെ അകത്ത് നല്ല ആൾ തിരക്കുണ്ട്. അപ്പോൾ അവരെ രണ്ട് ഭാഗത്തേക്കാക്കി മാറ്റി അതിനുശേഷം മൃതദേഹം പുറത്തേക്ക് ഇറക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പുറത്ത് ആംബുലൻസ് തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. ലാഫിംഗ് വില്ല എന്ന് പറയുന്ന വീട് ഇവിടുന്ന് വളരെ അടുത്ത് തന്നെയാണ്. അവിടേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെയാണ് സംസ്കാര ചടങ്ങുകളടക്കം തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ മൃതദേഹം നമുക്ക് കാണാനായി എത്തുന്നുണ്ട്. പക്ഷേ ഈ പൊതുജനങ്ങൾക്കായി ഉള്ള വാതിൽ അടച്ചിരിക്കുകയാണ്. കാരണം ഇനി ഒറ്റ വാതിലിലൂടെ മാത്രമാണ് ഈ പൊതുദർശനം അനുവദിക്കുന്നുള്ളൂ. ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ്. 1 മണിക്കായിരുന്നു മൃതദേഹം പൊതുദർശനം പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ 2 മണിയോട് അടുക്കുകയാണ്. 2 മണിയോട് അടുക്കുന്ന സമയത്ത് ഇപ്പോഴും ആളുകൾ കാണാൻ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അത് കാണിച്ച് 1 മിനിറ്റ് കൊണ്ട് തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഫ്രീസറിൻ്റെ മൂടിയൊക്കെ മാറ്റി അതിനുശേഷം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9 മണിക്കാണ് സലീം കുമാറിൻ്റെ മൃതദേഹം പറവൂരിലെ ടൗൺ ഹാളിലേക്ക് കൊണ്ടുവന്നത്. പറവൂരിലെ ടൗൺ ഹാളിൽ രാവിലെ മുതൽ പൊതുദർശനം നടക്കുകയായിരുന്നു. ആ പൊതുദർശനമാണ് ഇപ്പോൾ 10 മണിയും 11 മണിയും 12 മണിയും ഒക്കെ പിന്നിട്ട് ഏകദേശം 5 മണിക്കൂർ നീണ്ട പൊതുദർശനം പിന്നിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നലെ ഈ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം കടുത്ത പനിയും ശ്വാസതടസ്സത്തെയും തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ അതിശക്തമായ മഴയും ഇപ്പോൾ പറവൂരിൽ പെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പറവൂർ ടൗൺ ഹാളിൽ നിന്ന് എടുക്കുന്ന സമയത്താണ് അതിശക്തമായ മഴയും പെയ്യുകയാണ്. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. എല്ലാവരും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ട്, സാംസ്കാരിക മന്ത്രിയുണ്ട്, ഹൈബിയുടെ MP ഉണ്ട്. അങ്ങനെ പ്രമുഖരെല്ലാവരും തന്നെയുണ്ട്. മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പറവൂരിൻ്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങി പറവൂരിൻ്റെ സ്വന്തം മകനായ സലീം കുമാറിനെ അന്ത്യയാത്ര നൽകുകയാണ് പറവൂർ ജനത. പറവൂരിൻ്റെ സ്വന്തം സലീം കുമാറിനെ, പറവൂരിൻ്റെ പേര്, പറവൂർ എന്ന പേര് ലോകം മുഴുവൻ എത്തിച്ച, രാജ്യത്തെ മുഴുവൻ എത്തിച്ച ഒരു അതിൻ്റെ പ്രതിഭ കൂടിയാണ് സലീം കുമാർ. സലീം കുമാറിൻ്റെ ഭൗതിക ശരീരമാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. പുറത്തേക്ക് ഇപ്പോൾ ഇറക്കുകയാണ്. സുഹൃത്തുക്കളടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതിൻ്റെ വലിയ തിരക്കാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിക്കും. പക്ഷേ അതിശക്തമായ മഴ പെയ്യുന്നു. ഇത്രയും നേരം കാലാവസ്ഥ കുറിച്ച് മഴ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ മൃതദേഹം അവിടെ നിന്ന് നീക്കിയപ്പോൾ കറക്റ്റ് മഴ തുടങ്ങി. പുറത്ത് അതിശക്തമായ മഴ ആണ് ഉള്ളത്. അവിടെ വൻ ജനാവലിയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ആംബുലൻസിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കണ്ട ജനാവലി മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒഴുകാനുള്ളതാണ്. അവിടെ ഇപ്പോൾ തന്നെ പ്രദേശവാസികളും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായവർ നിറയെ ആ വീട്ടിൽ ഉണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ കൂടി അവിടേക്ക് എത്തും. അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു യാത്രയപ്പ് നൽകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു ജനാവലിയാണ് ഇവിടെ ഉള്ളത്. രാവിലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുമെന്നറിഞ്ഞ് രാവിലെ 7 മണി മുതൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒന്ന് കാണുവാനായി, ഒരു നോക്ക് കാണാനായി പറവൂരിലേക്ക് ആളുകൾ എത്തുകയായിരുന്നു. 9 മണിക്ക് ഇവിടെ മൃതദേഹം എത്തിച്ച് പൊതുദർശനം ആരംഭിച്ചത് മുതൽ തന്നെ അണമുറിയാതെ ജനങ്ങളായിരുന്നു കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പറവൂരിലുള്ളവർ മാത്രമല്ല, സലീം കുമാറിനെ വ്യക്തിപരമായി അറിയുന്നവർ മാത്രമല്ല, സഹപ്രവർത്തകർ മാത്രമല്ല, സലീം കുമാർ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ സലീം കുമാറിൻ്റെ ഒരു സിനിമയെങ്കിലും തിയേറ്ററിൽ പോയി കണ്ട ആളുകൾ, അവർ എല്ലാവരും തന്നെ ഇതിലേക്ക് എത്തുന്ന
കയറുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി ഈ പറവൂർ ടൗൺ ഹാളിലേക്ക് എത്തിയത്. ആ പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിശക്തമായ മഴയും പെയ്യുന്നുണ്ട്. വീട്ടിലെ പൊതുദർശനം കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ അടക്കം നടത്താൻ. അവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം അതിൻ്റെതായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാമായിരുന്നു. ഈ ടൗൺ ഹാൾ നിറയെ ജനമായിരുന്നു. ഇപ്പോൾ ടൗൺ ഹാളിൽ കസേരയൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആളുകളെല്ലാം മൃതദേഹത്തിനൊപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. പറവൂരിൻ്റെ ജനത പറവൂരിൻ്റെ മകന് വിട പറയുകയാണ്. കാരണം പറവൂരിൽ വളർന്ന സലീം കുമാർ പറവൂരുകാരനായി തന്നെ മടങ്ങുകയാണ്. പറവൂരിനൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. സിനിമയിൽ പലതുമായി പല മേഖലയിലും തിളങ്ങി സംവിധായകനായും കഥാകൃത്തായും ഹാസ്യനടനായും നടനായും നായകനായും ഒക്കെ തിളങ്ങിയെങ്കിലും പറവൂരിലായിരുന്നു അദ്ദേഹം ജീവിക്കാൻ ആഗ്രഹിച്ചത്. പറവൂരിലാണ് അദ്ദേഹം സ്വന്തം വീടുണ്ടാക്കിയത്. വലിയ വീട്ടിലേക്കൊക്കെ മാറിയപ്പോൾ പോലും അത് പറവൂർ വിട്ട് എവിടെയും പോകേണ്ട, തിരിച്ച് പറവൂരിൽ തന്നെ എത്തണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം ഇവിടെ തന്നെ തുടർന്നത്. മറ്റനേകം നടീനടന്മാരൊക്കെ തന്നെ കൊച്ചി നഗര ഹൃദയത്തിലേക്ക് എത്തിയപ്പോഴും കൊച്ചിയിൽ നിന്ന് 10-35 കിലോമീറ്റർ മാറി നഗരത്തിൽ നിന്ന് മാറി സ്വന്തം ഗ്രാമത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് സലീം കുമാർ. ആ ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയും ഉള്ള ഒരാൾ കൂടിയാണ്. അത്തരം കഥാപാത്രങ്ങൾ ചെയ്ത് സർവ്വസാധാരണക്കാരനായ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു നടൻ കൂടിയാണ് സലീം കുമാർ.